ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളത്തെ ദിവസം വളരെയധികം പ്രാധാന്യം നിറഞ്ഞൊരു ദിവസമാണ്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതായത് നാളെ ബുധനാഴ്ചയും അഷ്ടമി തിഥിയും അത്തം നക്ഷത്രവും സർവാർത്ഥ സിദ്ധി യോഗവും എല്ലാം കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു ദിവസമാണ്. സാധാരണയായി ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വെങ്കടേശ്വര ചന്ദനത്തടി കൊണ്ടുള്ള പൂജ ചെയ്യാറുണ്ട്. അത്തം നക്ഷത്രം വരുമ്പോഴും ചെയ്യാറുണ്ട്. അപ്പം നാളെ ബുധനാഴ്ചയും അത്തം നക്ഷത്രവും കൂടി ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അതുമാത്രവുമല്ല, നാളെ അഷ്ടമി തിഥിയാണ്. വെളുത്തപക്ഷ അഷ്ടമികളിൽ 8 ലക്ഷ്മിമാരെ 8 1 രൂപ കോയിൻസ് കൊണ്ടുള്ള പൂജയും ഞാൻ പറഞ്ഞിരുന്നു. കൂടാണ്ട് സർവാർത്ഥ സിദ്ധി യോഗവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് വന്നിരിക്കുന്ന അസുലഭമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് നാളെ നമ്മൾ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ 2 ദീപങ്ങൾ കത്തിച്ചു വെച്ച് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം തന്നെ അഷ്ടമി വെങ്കടേശ്വര പൂജയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് അത്തം നക്ഷത്രം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് നോക്കാം. നാളെ ബുധനാഴ്ച ജൂലൈ 2-ാം തീയതി രാവിലെ 11:15 കൂടിയിട്ടാണ് അത്തം നക്ഷത്രത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അത്തം നക്ഷത്രം അവസാനിക്കുന്നത് ജൂലൈ 3 വ്യാഴാഴ്ച 1:50 കൂടിയിട്ടാണ്. അപ്പം ഭഗവാൻ വെങ്കടേശ്വരൻ്റെ ചന്ദനത്തടിയിലുള്ള പൂജ ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ളത് ബുധനാഴ്ച ചെയ്യുന്നതാണ്. അതായത് ബുധനാഴ്ച 11:15 ശേഷം വരുന്ന ഏതൊരു സമയത്തും നമുക്ക് ചെയ്യാം. സാധാരണ നമ്മൾ ബുധനാഴ്ച ബുധഹോരയിലാണ് ഈ ഒരു പൂജ ചെയ്യാറുള്ളത്. പക്ഷേ അത്തം നക്ഷത്രം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പം ബുധനാഴ്ച ബുധഹോരയായ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രി 8 മുതൽ 9 മണി വരെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം അത്തം നക്ഷത്രം ഉള്ളതുകൊണ്ട്. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ബുധനാഴ്ച ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:50 മുൻപായിട്ട് ചെയ്താൽ മതിയാവും. വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് തരുന്നതാണ് ഈ ഒരു വെങ്കടേശ്വര ഭഗവാനെ ചന്ദനത്തടികളിൽ ഉള്ള പൂജ എന്ന് പറയുന്നത്. അപ്പം ആ പൂജ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ അഷ്ടമികളിൽ ചെയ്യുന്ന പൂജകൾ ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെയും പറഞ്ഞു തന്നിട്ടുണ്ട്. അഷ്ടമി തിഥി ആരംഭിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ടാണ്. അവസാനിക്കുന്നത് പിറ്റേ ദിവസം ജൂലൈ 3 വ്യാഴാഴ്ച 2 മണിക്ക് ശേഷമാണ് ഉച്ചയ്ക്ക്. അപ്പം ഏറ്റവും ഈ ഒരു പൂജ എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് ചെയ്യാം. അഷ്ടമികളിൽ നമ്മൾ ലക്ഷ്മി ദേവിയെയും അതേപോലെ അത്തം നക്ഷത്രത്തിൽ വെങ്കടേശ്വരനെയും. അപ്പം ലക്ഷ്മി നാരായണ പൂജ നമുക്ക് നാളെ ചെയ്യാവുന്നതാണ്. ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് നാളെ ബുധനാഴ്ച രാത്രി, അതായത് സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം ഏതൊരു സമയത്തും നമ്മൾക്ക് ഈ ഒരു പൂജ ചെയ്യാം. ബുധഹോരയിൽ തന്നെ ചെയ്യണമെന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്തം നക്ഷത്രം വരുമ്പോൾ ഏത് സമയത്തും നമുക്ക് വെങ്കടേശ്വര ഭഗവാനെ പൂജ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾക്ക് 6 മണിക്ക് ശേഷം ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു വെങ്കടേശ്വര ഭഗവാന്റെ പൂജയും അഷ്ടലക്ഷ്മി പൂജയും ഒന്നും നിങ്ങൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു 2 ദീപം കൊളുത്തി വെച്ച് ചെയ്യുന്ന പൂജ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടം. അങ്ങനെയല്ല, വെങ്കടേശ്വര ഭഗവാനെ ചന്ദനത്തടി കൊണ്ട് ചെയ്യുന്ന പൂജയും അഷ്ടലക്ഷ്മി പൂജയും ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ 2 പൂജയുടെയും ഒപ്പം തന്നെ ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതുമാണ്. അതൊക്കെ അവരവരുടെ താല്പര്യാർത്ഥം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മുടെ വീട്ടിലോട്ട് സർവ്വമംഗളങ്ങളും വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പൂജ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞത് നാളെ വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ ഒരു പൂജ ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം നിങ്ങൾ പൂജ ചെയ്യുന്ന സ്ഥലം എവിടെയാണെങ്കിലും അവിടെ വൃത്തിയാക്കി ശുദ്ധമാക്കി വെച്ചതിന് ശേഷം ലക്ഷ്മി ദേവിയുടെയും വെങ്കടേശ്വര ഭഗവാനും ഒന്നിച്ചുള്ള ഫോട്ടോയുണ്ടെങ്കിൽ അത് വെക്കാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചന്ദനത്തടി കൊണ്ടുള്ള പൂജ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ചന്ദനത്തടിയും ലക്ഷ്മി ദേവിയും മാത്രം മതിയാവും.
എന്നിട്ട് ആ ഒരു ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും എന്താണെങ്കിലും അതിനെ അലങ്കരിച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് പൂക്കളൊക്കെ ചാർത്തണം. പൂക്കൾ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂവും വെങ്കടേശ്വര ഭഗവാന് തുളസി മാലയുമാണ് സമർപ്പിക്കേണ്ടത്. ഇപ്പം ചന്ദനത്തടി കൊണ്ടുള്ള വെങ്കടേശ്വര ഭഗവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമായിട്ട് തുളസി മാല വെച്ചാൽ മതിയാവും. ഇപ്പം ഈ പൂക്കളൊന്നും കിട്ടില്ല, തുളസിയില കിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് അലങ്കരിക്കുക. ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് 27 ഗ്രാമ്പൂ കൊണ്ടുള്ള മാലയും വെങ്കടേശ്വര ഭഗവാന് 27 ഏലക്ക കൊണ്ടുള്ള മാലയും ചാർത്താം. ഏലക്കായും ഗ്രാമ്പൂവൊക്കെ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അവനവനെ കൊണ്ട് പറ്റുന്നത് വെക്കാം. താമരപ്പൂ കിട്ടുമെങ്കിൽ താമരപ്പൂ സമർപ്പിക്കാം. എന്താണോ അവൈലബിലിറ്റി ഉള്ളത് അത് സമർപ്പിക്കുക. സമർപ്പിച്ചതിന് ശേഷം 2 ദീപങ്ങൾ കൊളുത്തി വെക്കണം. ഇനിയിപ്പം ഞാൻ പറയാൻ വിട്ടുപോയി, ചിലവരുടെ വീട്ടിൽ ലക്ഷ്മി വെങ്കടേശ്വര ഫോട്ടോ ഇല്ല എന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് 2 ദീപങ്ങൾ കൊളുത്തി വെച്ച് അത് ഭഗവാനെയും ദേവിയെയുമായി കണ്ട് പൂജ ചെയ്യാം. അപ്പം ഒരു മൺവിളക്ക് എടുക്കുക, നല്ല ശുദ്ധമാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചിട്ട് നെയ്യ് തന്നെ ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് ആ ദീപം തെളിയിക്കണം. ദീപത്തിൻ്റെ ജ്വാല കിഴക്കോട്ടോ വടക്കോട്ടോ ആയിരിക്കാം. ശേഷം ആ 2 ദീപത്തിലും അല്പം പച്ചക്കർപ്പൂരം പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവും ഇടണം. ഇനി കുങ്കുമപ്പൂവ് ഇല്ല എന്നുള്ളവർ ഒരു ലേശം ഏലയ്ക്ക ജസ്റ്റ് അതിൻ്റെ കുരു മാത്രം എടുത്ത് ഒന്ന് ചതച്ചിട്ട് അതിട്ടാൽ മതിയാവും 2 ദീപത്തിലും. അങ്ങനെ ആ ദീപം നമ്മൾ കത്തിച്ചതിന് ശേഷം ആ ദീപത്തിൻ്റെ മുൻപിലിരുന്ന് ചൊല്ലേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ലക്ഷ്മി നാരായണായ നമഃ. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ലക്ഷ്മി നാരായണായ നമഃ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം. 108 തവണ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി ലക്ഷ്മി നാരായണന്മാർക്ക് മുല്ലപ്പൂവ് കൊണ്ടോ തുളസി ഇല കൊണ്ടോ ചെമ്പകപ്പൂവ് കൊണ്ടോ മരിക്കൊഴുന്ത് കൊണ്ടോ ഇനി ഇതൊന്നുമില്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ടോ അർച്ചന ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ചന്ദനക്കുഴം ഉണ്ടാക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, പറഞ്ഞു തന്നിരുന്നു. ചന്ദനക്കുഴം ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചന്ദനക്കുഴമ്പിൽ മുക്കി ഈ 108 അർച്ചനയും ചെയ്യുന്നത് അതിവിശേഷമായ ഫലം തന്നെ നമുക്ക് തരും. വളരെ സ്പീഡിലൊന്നും ചെയ്യാതെ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നതാണ് ഉത്തമം. ഇനിയിപ്പം ചിലപ്പം അഷ്ടലക്ഷ്മി പൂജയും വെങ്കടേശ്വര ഭഗവാനുള്ള പൂജയും ഒക്കെ ചെയ്തിട്ട് ഇതും കൂടെ ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ളവർക്ക് 2 നേരമായിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതായത് സന്ധ്യയ്ക്ക് 6 മണിക്ക് ഈ ഒരു പൂജ ചെയ്തിട്ട് 8 മണിക്ക് വരുന്ന ബുധഹോര സമയത്ത് ആ ഒരു 8 എന്നുള്ള സമയം ബുധഹോരയുമാണ് അഷ്ടലക്ഷ്മിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സമയമാണ് 8 എന്നുള്ളത് കൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അഷ്ടലക്ഷ്മി വെങ്കടേശ്വര ചന്ദനത്തടി പൂജയും ചെയ്യാവുന്നതാണ്. അതല്ല സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂറേ എടുക്കുകയുള്ളൂ ഈ പൂജ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ. പക്ഷേ നാളത്തെ ദിവസം തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. വളരെയധികം നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു സർവാർത്ഥ സിദ്ധി യോഗവും നാളെ ഉണ്ട് എന്നുള്ളത്. സർവാർത്ഥ സിദ്ധി യോഗവും നാളെ 11 മണിക്ക് ആരംഭിച്ച് പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്നിച്ച് വളരെയധികം അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു സമയം നമ്മൾ കഴിവതും വിനിയോഗിക്കണം. വാരാഹി നവരാത്രിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വാരാഹി അമ്മയ്ക്ക് അഷ്ടമിയിൽ ചെയ്യേണ്ടുന്ന പൂജയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി ആകപ്പാടെ മിക്സ് ചെയ്ത് ചെയ്യണമല്ലോ എന്നോർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. അത് വളരെ എളുപ്പത്തിലുള്ളൊരു പരിഹാരവുമാണ്. അപ്പം എല്ലാവരും കഴിയുന്നതും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നല്ല ഫലം നമ്മുടെ വീട്ടിലോട്ട് സർവ്വമംഗളങ്ങളും ലക്ഷ്മി നാരായണ കടാക്ഷമാണ് ലഭിക്കുന്നത്. ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞാൽ ശുക്ര ഗുരു ഭഗവാന്റെ കടാക്ഷം ലഭിക്കുക വഴി സർവ്വ രീതിയിലുള്ള ഐശ്വര്യവും മംഗളങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല, സമയമില്ല എന്നുള്ളവർ അടുത്തുള്ള രാധാകൃഷ്ണ ടെമ്പിളിലോ അങ്ങനെ അല്ലെങ്കിൽ പെരുമാളിൻ്റെ ടെമ്പിളിലോ എവിടെയാണോ പോകാൻ പറ്റുന്നത് അവിടെ പോയി തന്നാലാവുന്ന രീതിയിലുള്ള വഴിപാടുകളെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ വീട്ടിലോട്ട് മംഗളം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ പൂജകളും പ്രാർത്ഥനകളും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലാവരും തീർച്ചയായിട്ടും മറക്കാതെ ഇത് ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.